ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഫേസ് ടോണർ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങൾ ഫേസ് ടോണർ യൂസ് ചെയ്യാത്തവരാണെങ്കിലും യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ടോണർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്കിന്നിനെ നല്ല രീതിയിൽ ഫ്രഷ് ആക്കാനും സ്കിന്നിന് നല്ല പോർട്സൊക്കെ മാറ്റി നല്ല അടിപൊളി സ്കിന്നാക്കാനും സഹായിക്കുന്നൊരു ടോണറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ടോണറിനായിട്ട് നമുക്ക് വേണ്ടത്, ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. മിൻറ്റ് ലീവ്സാണ്, ഫ്രഷ് മിൻറ്റ് ലീവ്സാണ്. വീട്ടിൽ ഇവിടെ നമ്മൾ നട്ടിട്ടുണ്ട്, അതാണ്. വീട്ടിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് മിൻറ്റ് ലീവ്സ്, പുതിനയില. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളരി. ഇതാണ് മറ്റേ സലാഡ് വെള്ളരിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിൻറ്റ് ലീവ്സ് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. അതിനുവേണ്ടി ഞാനിത് ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസ് എടുക്കാൻ വേണ്ടി ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പം നമുക്കിത് നല്ല രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടും കേട്ടോ. എന്നായാലും ജ്യൂസ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാലേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ ഇത് നന്നായിട്ട് ഒരു 2 വീക്സോളം ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചാലിരിക്കും കേട്ടോ. നല്ലൊരു ടോണറാണ്. നല്ലൊരു ഫ്രഷ് കിട്ടാനായിട്ടും മുഖത്തെ സ്പോട്ടൊക്കെ ഉള്ളവർക്ക് സ്പോട്ട്സ് മാറാനായിട്ടും ഈ ഒരു ജ്യൂസ് സഹായിക്കും. മിൻറ്റ് ലീവ്സിൻ്റെ ജ്യൂസ് ഒരു 2 സ്പൂണോളം മിൻറ്റ് ലീവ്സ് ജ്യൂസ് ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ കുക്കുംബർ വെള്ളരിയുടെ, അതായത് സലാഡ് വെള്ളരിയുടെ ജ്യൂസാണ്. അതിനു വേണ്ടി നമുക്കിതിങ്ങനെ അരിഞ്ഞെടുക്കാം. ഇല്ലാന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെയ്യാൻ നിർബന്ധമില്ല, മിക്സിയിലിടിച്ചാണെങ്കിലും നമുക്ക് ജ്യൂസ് കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെയും ജ്യൂസ് എടുക്കാം. നല്ല രീതിയിൽ സ്കിൻ നല്ല ഓപ്പൺ പോർസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നല്ല രീതിയിൽ ആ ഒരു മുഖത്തുണ്ടാകുന്ന കുഴികളൊക്കെ മാറാനായിട്ട് സഹായിക്കും. പിന്നെ ചുളിവുകളുള്ളവർക്കും മുഖം നല്ല ഫ്രഷായിട്ടിരിക്കാനായിട്ട് ഈ ഒരു ജ്യൂസ് സഹായിക്കുന്നതാണ്. ടോണർ അടിപൊളി ടോണറാണ് കേട്ടോ. അപ്പം നമ്മൾ കുക്കുംബറിൻ്റെ ജ്യൂസും എടുത്തു കഴിഞ്ഞു. ഇതൊരു അതായത് ഇപ്പോൾ 2 സ്പൂൺ മിൻറ്റ് ലീവ്സ് ആണെങ്കിൽ ഇതൊരു 3 സ്പൂൺ കുക്കുംബർ ജ്യൂസ്, അങ്ങനെയായിരിക്കും. ഒരു ഇച്ചിരി കൂടുതൽ കുക്കുംബർ ജ്യൂസാണ് ഞാൻ ആഡ് ചെയ്യുക, കാരണം എനിക്ക് അങ്ങനെ ആഡ് ചെയ്ത് ഇതാക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്നിട്ട് ഇത് മിൻറ്റ് ലീവ്സ് ജ്യൂസിലേക്ക് ഞാൻ ഈ കുക്കുംബർ ജ്യൂസും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സ്പൂണോളം ഹണിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഇവ 3ഉം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ടോൺ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ടോണറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടോണർ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ടോണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോണറാണിത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. 2 വീക്സോളം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് നല്ല സ്കിന്നിനെ നല്ലതായിട്ട് ഫ്രഷ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ടോണറാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു വെക്കാം. എന്നിട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ വീട്ടിലില്ലാത്തവർക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ മേടിക്കുന്ന ആ ബോട്ടിലുണ്ടല്ലോ, അതിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം, വെക്കാം. ഏതിലാണെങ്കിലും നല്ല ടൈറ്റുള്ള അടപ്പുള്ള ഏതിലും നമുക്കിതൊരു സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ സ്പ്രേ ബോട്ടിൽ വേണമെന്ന് തന്നെ ഇല്ല, സ്പ്രേ ചെയ്യണമെന്നുമില്ല. നമുക്കൊരു പഞ്ഞിക്കകത്താണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.